ഹലോ ഗായ്സ്, പുതിയൊരു ഫ്രൈഡേ ലഞ്ച് ബ്രേക്ക് എന്നൊരു സീരീസിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ക്യാൻറ്റീനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്ലാസ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബറാണ് അൻഫാസ് മുഹമ്മദ്. എവിടെയായിരുന്നു വീട്? ഇപ്പോൾ പള്ളിയിൽ പോവാണ്. പള്ളിയിൽ പോവില്ലേ? കഴിച്ചായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ 4 പേരുണ്ട്. പിന്നെ നമ്മളൊരാഴ്ചയായി കണ്ടിട്ട് കഴിഞ്ഞ ആഴ്ചത്തെ വ്ലോഗ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അത് ഇതുവരെ തന്നിട്ടില്ല. അത് നമുക്ക് ഇന്നെങ്ങനെയും ചോദിച്ചത് വാങ്ങണം. അത് ചോദിച്ചു വാങ്ങിയിട്ട് നമുക്ക് അതെന്തെങ്കിലും കാലത്ത് അത് ഇടുന്നതായിരിക്കും. ഈ വ്ലോഗ് എന്തായാലും ഈ വരുന്ന നാളെ ഇടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. ഹൈ പറ ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. കഴിഞ്ഞ വ്ളോഗിൽ ഇവരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആ വ്ളോഗ് ഇതുവരെ കിട്ടിയിട്ടില്ല, വിഷ്വൽസ് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും അങ്ങോട്ട് പോവാം. നമുക്ക് ഗ്രൗണ്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കോളേജിൻ്റെ എൻട്രൻസിൽ നിന്ന് കയറി വരുന്നത്. നല്ല ഭംഗിയാണ്. കാട്ടിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഫീലാണ്. നമ്മുടെ കൂടെ 2 പേരുണ്ടായിരുന്നു. അവന്മാർ കുറച്ച് ഇൻട്രോവേർട്ടായിപ്പോയി, ബാക്കിലോട്ട് നിൽക്കുക. ഇതാണ് ആദിൽ, തോമസിൻ്റെ മോനാണ്. തോമസിന്റെ മോനോ ഏതെന്ന്. ഇവിടെ നിസ്കാരം നടക്കാണ്. ഇവിടെ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട, നമുക്ക് അങ്ങോട്ട് പോകാം. ഇത് മോസ്കാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് മെക്കാനിക്കലിൻ്റെ ഓഡിറ്റോറിയം ഇല്ലേ, അവിടെ ഓഡിറ്റോറിയം. ഇവിടെ ഈ സൈഡിലാണ് ഗ്രൗണ്ട്. എല്ലാം കാണിച്ചു തരാം. നമ്മളങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഈ കയറ്റം കയറുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഈ കിതപ്പിങ്ങനെ വരുന്നത്. നല്ല ദൂരമുണ്ട്. ഒരു മല ഇങ്ങനെ ഓടിച്ചാടി കയറുക എന്ന് പറയുന്ന സിമ്പിൾ പരിപാടിയല്ല. ഇത് പരിപാടിയുടെ ഡെക്കറേറ്റ് ചെയ്തതാണ്, അവശിഷ്ടങ്ങളാണ്. ഈയിടെ നമ്മൾ എത്നിക് ഡേയുടെ പ്രോഗ്രാംസൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് വ്ലോഗ് എടുക്കാൻ വേണ്ടി ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഇതിൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് പോയി. അതുകൊണ്ട് അന്ന് വ്ലോഗൊന്നും എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഗ്രൗണ്ടിലോട്ടൊന്ന് കയറാം. ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയം. ഗ്രൗണ്ടിൽ നല്ല വെയിലാണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ആരും കളിക്കാനോ ഒന്നുമില്ല. പിന്നിപ്പോൾ കൂടുതൽ പേർക്കും എക്സാമൊക്കെ നടക്കുന്നതുകൊണ്ട് കോളേജുകളിൽ പിള്ളേരെ കാണുന്നത് അത്ര കുറവാണ്. വിട്ട് എക്സാംസ് നടക്കുന്നതുകൊണ്ട് സ്റ്റുഡൻസ് വളരെ കുറവാണ്. പിന്നെ ഇന്ന് 5 മണിക്കല്ലേ ബസ് എടുക്കുന്നത്? ഇന്ന് 5 മണിക്കാണ് ബസ് എടുക്കുന്നത്. അതുകൊണ്ട് ഇന്ന് KSRTCക്ക് പോകുമെന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു ഒരാഴ്ച എങ്ങനെ? ഇന്ന് വെള്ളിയാഴ്ച ഇല്ല, അന്നേരം കുഴപ്പമില്ലായിരുന്നു. ഇന്നലെയൊക്കെ അടിപൊളി ഫണ്ണായിരുന്നു. ഇന്നലെ ഭയങ്കര ഫണ്ണായിരുന്നു. ഇന്നലെ നല്ല സമയം പോയത് അറിഞ്ഞില്ല. പക്ഷേ മിനിഞ്ഞാന്ന് നമ്മൾ ഉറങ്ങി ചത്ത്. സത്യം, 2 പീരീഡ് അത് ഒരു ഷോക്കായിരുന്നു. ഇന്നലെ പക്ഷേ നമ്മൾ 0 മിനിറ്റൊക്കെ കളിച്ചുകൊണ്ട് സമയം പോയി. സോസ് കളിച്ചു. പിന്നെ ആദിൽ ലൂക്ക് ഉണ്ടായിരുന്നു. ആദിൽ എന്ന് പറയുന്ന ഒരു വിഷയമാണ്. സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. നമുക്ക് ഏതാ സിനിമ എന്ന് പറയുന്നത്. അങ്ങനെ ഒത്തിരി പുള്ളിയാണെങ്കിൽ അങ്ങനെ എന്താ പ്രോത്സാഹനങ്ങളൊന്നും അത്ര ആഗ്രഹിക്കാത്ത ഒരാളാണ്. നമ്മളിപ്പോൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുകയാണെങ്കിലും പുള്ളിക്കാരൻ അങ്ങനെ അംഗീകരിച്ചു തരത്തില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത് പരിചയപ്പെടുത്തിയില്ല, ജെറിൻ ജോൺ. വീട് എവിടെയായിരുന്നു? വീട് കൊട്ടാരക്കര. കുറച്ച് എന്താ
ജീവിത പരിചയങ്ങൾ ഞങ്ങളെക്കാളും അധികം കൂടുതലുള്ള ഒരാളാണ്. കുറേയധികം കോഴ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ നിൽക്കുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിൽ വേറൊരു അണ്ണനുണ്ട്. അണ്ണൻ പത്തനംതിട്ട വരെ പോയേക്കും. അല്ലായിരുന്നു അണ്ണനെ കൂടി പരിചയപ്പെടുത്തി തരുമായിരുന്നു. അണ്ണനൊരു മുതൽ തന്നെയാണ്. നമ്മുടെ അപ്കമിങ് വീഡിയോസിലൊക്കെ ആ അണ്ണനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ പ്രത്യേകിച്ചായിട്ടൊന്നുമില്ല. പിന്നെ അടുത്ത ക്ലിപ്പ് അഥവാ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിലായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ഗൈസ്. നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. നമ്മളിപ്പം ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോകളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. ഫോട്ടോയൊക്കെ എടുത്ത് നമ്മുടെ ബിബിമോൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അത് എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യുമായിരിക്കും. ഇൻസ്റ്റയിലിടും. കുറച്ച് മൂക്കി കൈയിട്ടിരിക്കുന്ന ഫോട്ടോസൊക്കെ ഉണ്ട്. അതിൽ അറ്റൻഷനായിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. നമ്മുടെ ജെറിമോനാണ് എടുത്തു തന്ന ഫോട്ടോസൊക്കെ. നമ്മുടെ ഫാൻസ് കഴിഞ്ഞ തവണ തന്നെ അവർ നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്താണ് നമ്മളെ കൂടി ആഡ് ചെയ്യണമെന്ന്. അവരെ നമ്മൾ എന്തായാലും ഇത് നമ്മുടെ എന്തിൻ്റെയോ സംഭവമാണ്. നമുക്കെന്തായാലും അവരെ കാണാം. ഒരു മല തന്നെ ഉണ്ട് ഇത്. ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്, അപ്കമിങ് സബ്സ്ക്രൈബേഴ്സ്. ഹായ് കൂടെ ഹായ്. ഇത് ഓരോരുത്തരെ വെച്ച് പരിചയപ്പെടാം. ഇത് പറയാ പേര്. വൈഷ്ണവ്. ഞാൻ നിതിൻ. ഇവ സംഭവം എവിടെ പഠിച്ച? കോയമ്പത്തൂരൊക്കെയാണ് പഠിച്ചത്. വലിയ ആളാ. അയ്യോ ഇതാണ് ഷറഫ്. ഇത് പേടിച്ചോടുവാണ്. ക്യാമറ കണ്ട് പേടിച്ചോടിയേ. ഇത് ഷറഫിന്റെ ഫോണാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട്? കഴിഞ്ഞ തവണ നമ്മളൊരു വീഡിയോ എടുത്തിട്ട് ഇവരെ ആഡ് ചെയ്തില്ല എന്നൊരു വിഷമം ഇവർ പറഞ്ഞു. അന്നേരം ഇപ്രാവശ്യം നമ്മൾ ഇത് മോസിൻ നമ്മുടെ ക്ലാസ്സിൽ ഉറക്കത്തിന് എല്ലാവരെയും പ്രേരിപ്പിക്കുന്ന ഒരാളാണ്. നമ്മൾക്കതൊരു സന്തോഷകരമാണ്. പിന്നെ പ്രത്യേകിച്ച് വേറൊന്നും പറയാനൊന്നുമില്ല. എല്ലാവരും പലയിടത്തായിട്ട് ഇരിക്കുന്നു. ഇപ്പം എത്ര മണിയാണോ? 1:30 ആയിട്ടുണ്ട്. 2 മണി വരെയാണ് ക്ലാസ്. നമുക്ക് ക്ലാസ്സിലോട്ടൊന്ന് പോവാം. ക്ലാസ് വരെ ഒന്ന് പോയിച്ചു തരാം. ഇത് സ്റ്റാഫ് റൂമാണ്. ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, ഇത് CS-ൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. നമുക്ക് ക്ലാസ് ഇപ്പം എക്സാംസ് ഒക്കെ ആയതുകൊണ്ട് ക്ലാസ് ഇവിടെയാണ് നടക്കുന്നത്. ക്ലാസ് ഇപ്പോഴും ഇത് അശ്വിൻ കഴിഞ്ഞ വീഡിയോയിൽ എടുത്തെങ്കിലും അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് മോസിൻ അമൽ. എല്ലാവരും പാത്തിരിക്കാറ്. ഇത് അഫീഫ് ഉണ്ട്. അവിടെയാണ് ഗേൾസൊക്കെ ആയിരുന്നു. അത്ര മിണ്ടില്ല. നമുക്ക് പോവാം. ഇതിപ്പം നമ്മൾ ടെമ്പററി ആയിട്ടാണ് നമ്മളിവിടെ നിർത്തിയിരിക്കുന്നത്. ബായ് താണ്ട ഇവിടെ ഇപ്പം ഉണ്ട്. ബായ് പേടിച്ചിരിക്കുമായിരുന്നു. ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടി. നമുക്ക് തന്നെ നമ്മുടെ ക്ലാസ്സിലോട്ട് വരികയാണ്. നമുക്ക് ക്യാമറ കാണുമ്പോൾ തന്നെ എല്ലാവരും മുഖം പൊത്തുന്നതാണ്. ഷറഫി ഒന്ന് പരിചയപ്പെടുത്താം. ഇത് ഷറഫുദ്ദീൻ കഴിഞ്ഞ ദിവസം വന്നില്ലായിരുന്നു. എന്തുകൊണ്ടായിരുന്നോടാ? എന്തായിരുന്നു കഴിഞ്ഞ ദിവസം വരാൻ? എടാ അനസി എന്തായിരുന്നു കഴിഞ്ഞ ദിവസം ഷറഫുദ്ദീൻ വരാൻ? ഇവനാണ് ഭയങ്കര ആഗ്രഹം നമ്മളുടെ വ്ലോഗിൽ വരാൻ. ഇത് എവിടെ ആയിരുന്നടാ വീട്? ഇവൻ്റെ അടൂരാണ് ഇവൻ്റെ ആസ്ഥാനം. എടാ ഇവൻ എവിടെ ആയിരുന്നു ഇവൻ്റെ വീട്? പറക്കോട് ബിബിൻ എന്നാണ് അറിയപ്പെടുന്നത്. പറക്കോട് വലിയ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ബെഞ്ചിൽ ഇരിക്കുന്നതിൽ ജോലിയുള്ളതും സമ്പാദിക്കുന്നതുമായിട്ടുള്ള ഏക വ്യക്തി ഇവനാണ്. നല്ല കാശാണ്. എന്നും നമുക്ക് സീക്നെയും പഫ്സും ഒക്കെ മേടിച്ചു തരും അല്ലേ? ശരിയാ. ചില ദിവസങ്ങളിൽ നല്ല ക്ഷീണമായിരിക്കും. കണ്ണൊക്കെ കറുത്ത് കുറച്ച് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതാണ് അഖില. ഇത് അഖില പറഞ്ഞു. ഹായ് പറഞ്ഞു. ഇത് നമ്മുടെ ക്ലാസ്സിലുള്ളതാണ്. എവിടെ വീട്? പറക്കോട്. പറക്കോട് തന്നെയാണോ? എവിടോ ആന്ന്.
ഞാൻ നിന്നെ വിളിച്ചു. ആ എനിക്കറിയത്തില്ല. ഇപ്പം നമ്മൾ ലാബിലോട്ട് പോവാണ്. നമ്മൾ താഴെയാണ് നമ്മുടെ ലാബ്. ഇതാണ് നമ്മുടെ ഓരോരോ ഡയറക്ഷൻസിലോട്ട് പോകുന്നത്. ഇപ്പോൾ MBA എക്സാം ആയതുകൊണ്ട് ഇന്ന് 5 മണിക്ക് ബസ് എടുക്കും. 5 മണിക്കാണ് 4 മണിക്കാണ് ഇന്ന് ബസ് എടുക്കുന്നത്. 5 മണിക്കാണ് ബസ് എടുക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ലൈൻ ബസ്സിന് പോകാമെന്ന് വിചാരിച്ച് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ കോളേജിലുള്ള ഒരു വ്യൂ. നോക്കുവാണെങ്കിൽ ഇത് നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവരും അവിടെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവരും അവിടെ നിൽപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് എല്ലാവരും ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. അവിടെ തന്നെ എല്ലാം നമ്മുടെ ക്ലാസ് മുഴുവൻ അവിടെ നിൽപ്പുണ്ട്. അതാണ് നമ്മുടെ സെക്യൂരിറ്റിയാണ്. മല അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ക്ഷീണിക്കും. നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവരും ഉണ്ട്. ഓരോരുത്തരോട് പരിചയപ്പെടുത്താം. ഇത് കള്ളൻ, മിഥുൻ, ഇത് നന്ദു, ഇത് അഭിജിത്ത്, വിഷ്ണു, ഇത് അനന്തുദാസ്. നമ്മുടെ ഫാൻസ് ആണല്ലേ. ഇത് എന്ത് ചെയ്യണം? അതന്നെ, ഇത് അനന്തുദാസ്. എവിടെ സ്ഥലം? BBA ഒക്കെ കഴിഞ്ഞിട്ട് എടാ അങ്ങോട്ട് നന്ദുവിനെ പരിചയപ്പെടുത്തില്ല. നന്ദു നമ്മുടെ ഇവിടെ അടുത്ത് വീടുള്ള കൊമ്പനാന ഇവനാണ്. നന്ദുവിന്റെ വണ്ടി തരുന്ന വണ്ടി ഇതെല്ലാം ഇത് നന്ദുവിന്റെ വണ്ടിയാണ്. നമ്മുടെ വണ്ടി വന്നതാണ്. സെറ്റ് വണ്ടിയാണ്. ഇത് ഏതാണ് വണ്ടി? നല്ലൊരു വണ്ടിയാണ്. നല്ല വലിയ വണ്ടിയാണ്. ഇത് നമ്മുടെ ഗ്രൗണ്ടിൽ പണിയെടുക്കുന്നവൻ. എന്തുവാ പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ച് സബ്സ്ക്രൈബേഴ്സിന് പറയാറുണ്ട്. അപ്പൊ ബൈ ഗൈസ്.